ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ രാവിലെ ഒരു കോഫിയൊക്കെ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ നല്ല മഴയായിരുന്നു. അപ്പോൾ ആ മഴയുടെ ബാക്കി വെള്ളവും കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ രാവിലെ തന്നെ തൂത്തുവാരി നല്ല ഫ്രഷ് ആക്കിയതിന് ശേഷമാണ് ഒരു കോഫി ആയിട്ട് ഇങ്ങനെ ഇരുന്ന് നിങ്ങളോട് കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ പ്രഭാത ചിന്ത എന്ന് പറയുന്നത്, ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്യണം, നാളത്തേക്ക് മാറ്റി വെക്കരുത്. ഇതാണ് ഇന്നത്തെ ശുഭചിന്ത. ഓക്കെ. പിന്നെ ഇന്നലെ പെയ്തതിൻ്റെ ബാക്കി മഴ അതെ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി ഇന്ന് നല്ല സന്തോഷത്തിലാണ്. അതുകൊണ്ടാണല്ലോ പ്രകൃതിയുടെ സന്തോഷമാണ് മഴ എന്നാണ് ഞാൻ മനസ്സിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ മഴ കാണുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പെരുമഴയാകാതിരുന്നാൽ മതി. അതാകുമ്പോഴാണല്ലോ എല്ലായിടത്തും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നീ 2 ദിവസം മോൾക്ക് സ്കൂളില്ല, സ്പോർട്സ് ഡേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളടുത്ത് ഈ സമയത്ത് ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ പറ്റുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു 6 മണി തൊട്ട് 8 മണി വരെ നോക്കണ്ട, ഇവിടെ വൻ യുദ്ധവും കാര്യങ്ങളും ബഹളമൊക്കെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളുള്ള എല്ലാ അമ്മമാർക്കും അത് മനസ്സിലാകും, ആ ഒരു സമയത്തെ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇച്ചിരി സമയം കിട്ടിയത്. ഇങ്ങനെ കോഫി കൊണ്ടുവന്നിരുന്ന് വിദൂരത്തിലേക്ക് നോക്കിയിരുന്ന്. അവധിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ ടൈം ഇങ്ങനെ ഇരിക്കാറുണ്ട്. ഒറ്റയ്ക്ക് ഇങ്ങനെ കുറച്ച് നേരം ഇരിക്കുന്നത് എൻ്റെ ഒരു ശീലത്തിലുള്ളൊരു കാര്യമാണ്. എപ്പോഴാണേലും കുറച്ച് സമയം അങ്ങനെ ഇരിക്കാൻ കിട്ടുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഓരോ ആളെ കൂടെ ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ വട്ട് ശീലങ്ങൾ? വട്ടല്ല, അത് നമ്മുടെ ഇഷ്ടങ്ങളിലുള്ള കാര്യമാണ്. അത് ചിലർക്ക് തോന്നും അയ്യോ ഇതെങ്ങനെയാണ് ഇരിക്കാൻ പറ്റുന്നതെന്ന് തോന്നും. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളല്ലേ. അപ്പോൾ തത്സമയ സ്ത്രീ ഇപ്പോൾ ഈ വിശേഷങ്ങളുമായി പോകുന്നു. ഇനിയും വീണ്ടും വരാൻ. ടാറ്റ, ബൈ ബൈ.